നമ്മൾ കാണാൻ പോയത് കുറച്ച് ഷോപ്പിംഗ് ചെയ്യും. എൻ്റെ ഫ്രണ്ട് വന്നിരുന്ന ഐസിൽ അവൻ്റെ അമ്മയും അവനും വന്നിരുന്ന അവനൊരു ചേട്ടൻ ചേട്ട അവന് വരാൻ മൂന്നിലാണ്. ലൈക്കോ നമ്മൾ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് എന്തായാലും നിങ്ങൾ തന്നെ ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതി വാ. അങ്ങനെ ഹനി പറഞ്ഞ മാതിരി ഞങ്ങൾ ഒന്ന് പുറത്ത് പോകണം, ഒരു കുഞ്ഞു ഷോപ്പിങ്ങും പിന്നെ ഇവരെ ഒന്ന് പാർക്കിലും കളിപ്പിക്കണം. ഹനീൻ്റെ ഫ്രണ്ടിനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ പോവുകയാണ്. അപ്പം ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ചടുത്ത് തന്നെയാണ് ഹനീൻ്റെ ഫ്രണ്ടിൻ്റെ വീടും, മലയാളികളാണ്. അപ്പോൾ അവരെയും പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഓട്ടോ കയറാൻ വേണ്ടി, ഷെയർ ഓട്ടോ കയറാൻ വേണ്ടി നടക്കുകയാണ്. ഒത്തിരി ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട് ഷെയർ ഓട്ടോ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ റോഡിലെത്തി. ഇപ്പോൾ എത്തിയപ്പോഴത്തേക്കും ഒരു ഓട്ടോ വരുന്നുണ്ട്, ഞങ്ങൾ അതിന് കൈയാണ് കയറും. नहीं नहीं, हम लोग इधर घर का कैंटीन तक जाना है भैया. ഐസൻ കയറുമാ. അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ കയറി. പറഞ്ഞ മാതിരി ഇവിടെ ഒരു അടുത്ത് ആർമി ക്യാൻറ്റീനുണ്ട്, അതിനോട് ബന്ധപ്പെട്ടിട്ട് ചെറിയ ഷോപ്പിംഗ് കോംപ്ലക്സും ഉണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് പോണത്. ഞങ്ങൾക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പിന്നെ അവിടെ ഒരു കുഞ്ഞ് പാർക്കുണ്ട്. അപ്പോൾ പാർക്കിൽ ഇവരെ കളിപ്പിക്കുകയും ചെയ്യാം. കുറച്ച് ദിവസമായി പുറത്തൊക്കെ ഇറങ്ങിയിട്ട് എനിക്ക് ഷെയർ ഓട്ടോയിൽ പോകുന്ന കാര്യം നല്ല ഓട്ടോയിൽ പോകാൻ പുറത്ത് പോകാൻ റെഡിയാണ്. എന്നാലും ഓട്ടോയിൽ പോകാൻ വരുമ്പോൾ ഇത്തിരി കൂടി സന്തോഷം. അങ്ങനെ ഞങ്ങൾ ഖർഗ ക്യാൻറ്റീൻ്റെ കോംപ്ലക്സിലെത്തി. ഓട്ടോ ഇറങ്ങി നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ രണ്ടുപേരും നേരെ പാർക്ക് ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ പാർക്ക്. കുഞ്ഞു പാർക്കാണ്, അങ്ങനെ കൂടുതൽ കളിക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല. അത്യാവശ്യം 2-3 സ്ലൈഡും ഒരു സീസോ, ഒരു കുഞ്ഞൂഞ്ഞാൽ, പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ നല്ലോണം മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ഭംഗിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന പാർക്കാണ്. കുട്ടികൾക്ക് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനൊക്കെ നല്ല ചോയ്സാണ് ആക്ച്വലി പാർക്ക് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ഇത്രയും 2-3 സ്ലൈഡ്സും ഒരു സീസോയും ഊഞ്ഞാലും മാത്രമൊക്കെ ഉള്ളൂ. പിന്നെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ആണ്. അപ്പോൾ നമുക്കായാലും വെറുതെ ഇരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണേ. അപ്പോൾ ഹനി അവിടെ ചെന്നപ്പോഴത്തേക്കും ഹനീൻ്റെ ക്ലാസ്മേറ്റിനെ കണ്ടുമുട്ടി. അത് ഹനീൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ ആ കുഞ്ഞിനെ കണ്ട സന്തോഷത്തിൽ പിന്നെ ഹനി അതിൻ്റെ കൂടെയായി കളി. അങ്ങനെ കുറച്ച് സമയം സീസോയിലൊക്കെ കളിച്ചു ആ കുഞ്ഞിൻ്റെ കൂടെ. അത് കഴിഞ്ഞ് പിന്നെ 3 പേരും കൂടി കുറച്ച് സമയം സ്ലൈഡിൽ കളിച്ചു. അങ്ങനെയൊക്കെ കുറച്ച് സമയം സ്പെൻഡായി. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കിത്തിരി പച്ചക്കറി വാങ്ങണമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇവരെ 2 പേരെ ഞങ്ങളുടെ ഫ്രണ്ടിനെ ഏൽപ്പിച്ചിട്ട് പച്ചക്കറി കടയിൽ പോയി. അപ്പോൾ അതിൻ്റെ അടുത്ത് കോംപ്ലക്സിൽ തന്നെയാണ് പച്ചക്കറി കട. അപ്പോൾ പോകുന്ന വഴിക്ക് ആ പാർക്കിൻ്റെ സൈഡിലൊക്കെ കുറച്ച് പൂക്കളൊക്കെ നല്ല ഭംഗിയിൽ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ വർഷത്തെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇപ്രാവശ്യം അവിടെ പൂക്കളൊക്കെ ഇത്തിരി കുറവായിരുന്നേ. അങ്ങനെ ഞാൻ അവരെ അവിടെ വിട്ടിട്ട് പച്ചക്കറി കടയിൽ വന്നു. ഇതാണ് അവിടെ പച്ചക്കറി കട. അപ്പോൾ ഒരുവിധം എല്ലാ വെജിറ്റബിൾസും അവൈലബിൾ ആണ്. പിന്നെ മാർക്കറ്റിനെ അപേക്ഷിച്ച് കുറച്ച് പൈസ കൂടുതലാണ്, എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസൊക്കെ അവിടെ കിട്ടും. ഫ്രൂട്ട്സും എക്സോട്ടിക് വെജിറ്റബിൾസും എക്സോട്ടിക് ഫ്രൂട്ട്സും നോർമൽ ഫ്രൂട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. അങ്ങനെ ഞാൻ കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ച് തിരിച്ച് പാർക്കിലെത്തി. അപ്പോഴത്തേക്കും അവർ നല്ല കളിയായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. 2 പേരെയും എങ്ങനെയൊക്കെയോ കൂടി പാർക്കിൽ നിന്ന് പിടിച്ച് വലിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ തിരിച്ച് ഓട്ടോയിൽ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ, കുഞ്ഞു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു.
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. താങ്ക് യു ഫോർ Bye വാച്ചിങ്. bye. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. Guys, like and share and subscribe ചെയ്യാൻ മറക്കല്ലേ. Thank you.